നടൻ കൃഷ്ണകുമാർ നൽകിയ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിലെ യുവതികൾ കുറ്റം സമ്മതിക്കുന്ന ദൃശ്യം പുറത്തുവിട്ടു. ഫ്ളാറ്റിൽ വെച്ച് മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരായ യുവതികളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പണ്ടേ നിങ്ങൾ മോഷണം പിടിച്ചിട്ടിരിക്കുക, ആ പാവം വിടുക. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ മൂന്നുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാത്രിയൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തത് കാര്യം പറയാം. എന്താണ് ചെയ്തത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കളയുക. ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത് അത് വർക്ക് ചെയ്യുന്നില്ല. സ്കാനർ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് ഇവര് പറയുന്ന സ്കാനർ വർക്ക് ആവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആവുമ്പോൾ അങ്ങനെ എടുക്കുക. ആരാണ് അത്? ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് കണ്ണടച്ച് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. സത്യം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന ഫുൾ അതല്ലേ ഞാൻ അവിടെ വല്ലപ്പോഴും ചെല്ലുമ്പോഴേക്കും ഒരു ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മൾ എങ്ങനെയാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ല, ഇവര് മെയിൻ ഓഫ് ചെയ്തിട്ട് അപ്പൊ CCTV കട്ടാവും. നമുക്ക് CCTV ഇല്ല കറണ്ടില്. അവിടെ ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുമ്പോ CCTV ഇല്ല. അതാ ഞാൻ പറഞ്ഞേ. ഹാൻസി കിടപ്പുണ്ടോ? ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചാൽ ക്യാഷ് എത്ര എന്നാലും ഒരു ഊഹം ഉദ്ദേശം 2 ലക്ഷം അത്രയ്ക്ക് 1 ലക്ഷം. നിങ്ങൾക്ക് നിങ്ങൾ മോഷിച്ചാൽ നിങ്ങൾ കണക്ക് വെക്കണ്ടേ? പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് നിങ്ങൾ 3 പേര് മോഷ്ടിച്ചാൽ പോയി 1 ലക്ഷം പോലും എടുത്ത് കാണിച്ചില്ല. എന്നോട് പറഞ്ഞു. ഇപ്പോ 7 ലക്ഷത്തിന്റെ തെളിവ് ഇവർക്കും കിട്ടി, 5 ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു. അപ്പൊ ഈ 1 ലക്ഷത്തിന് നിങ്ങൾ തന്നെ ഞെട്ടുന്നു. എടുത്തിട്ടില്ല. അപ്പൊ ഒരു 50,000 എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു 5,000 എടുത്തിട്ടില്ല. ഒരു കസ്റ്റമറിന്റെ 7,000 കഥ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അവസാനം വരെ 3 പേര്. അയ്യോ, നിനക്ക് എത്ര കിട്ടിയെന്നല്ല, മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടിയെന്നല്ല ചോദിക്കുന്നത്, മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു? ദിവ്യ, ഞാൻ ദിവ്യ അതും അറിഞ്ഞല്ല. പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. അല്ല, കാരണം നിങ്ങൾ പറയും ഇവര് പോലീസിനെ വിളിക്കണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഇങ്ങനെ ഊമയെ പോലെ മിണ്ടാതിരുന്ന കൃത്യം ടോട്ടലി അതിന്റെ ഞാൻ ഇത് നോക്ക്. ആർ അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനന്തൻ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഈ തട്ടിപ്പിന്റെ വിവരം പുറത്തുവരുന്നത്. അതിനുശേഷം ഇവർ പോലീസിൽ പരാതി നൽകുന്നു. പക്ഷേ കൗണ്ടർ കേസ് കൊടുക്കുകയാണ്, കിഡ്നാപ്പിംഗ് എന്നുള്ള പേരിൽ. അപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും വിശദാംശങ്ങൾ പുറത്തുവരുന്നതും 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് കൃഷ്ണകുമാറിന്റെ കുടുംബം പറയുന്നതും. പിന്നാലെ വന്ന പ്രതികരണങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ യുവതികൾ കുറ്റമേൽക്കുന്ന ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ഇനി എന്താണ് ഈ കേസിന്റെ ഭാവി? അനശ്വര, ഇന്ന് പകൽ നടന്ന സംഭവവികാസങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ രാത്രിയിൽ കൃഷ്ണകുമാറിൻ്റെ കുടുംബം ഈ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഈ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികളാണ്. ഇവർ 69 ലക്ഷം രൂപ അപഹരിച്ചു എന്നാണ് കൃഷ്ണകുമാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി. അതേ തുടർന്നാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഈ 3 യുവതികൾ അവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി പണം തട്ടിയെടുത്ത് സമ്മർദ്ദം ചെലുത്തി 8 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നുള്ള പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളാണ് പകൽ കണ്ടത്. ഇന്നിപ്പോൾ ഈ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ടിരിക്കുന്ന ഈ ദൃശ്യം എന്ന് പറയുന്നത് ഈ കിഡ്നാപ്പിംഗ് നടന്നു എന്ന് പറയുന്ന ദിവസത്തെ ദൃശ്യങ്ങളാണ്. അതായത് അതിനു മുൻപ് കൃഷ്ണകുമാറിന്റെ ഓഫീസിലുണ്ടായിരുന്ന ദൃശ്യങ്ങൾ അവർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ആ ഓഫീസിലേക്ക് എത്തുന്നതിന് മുൻപ് കൃഷ്ണകുമാർ ഇവരുമായി സംസാരിക്കുന്നതിന് മുൻപ് ദിയയുടെ ഫ്ളാറ്റിൽ വെച്ച് നടന്ന സംഭാഷണത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ദിയയും ഒപ്പം തന്നെ ദിയയുടെ സഹോദരി അഹാനയും ദിയയുടെ ഭർത്താവും ഈ ദൃശ്യത്തിലുണ്ട്.
അവർ മൂന്ന് പേരും ഈ 3 യുവതികളുമായി ഈ പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ ഈ 3 യുവതികളും പണം വകമാറ്റിയിരുന്നു തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ന് സമ്മതിക്കുന്ന ശബ്ദങ്ങൾ ഈ ദൃശ്യത്തിൽ വ്യക്തമാണ്. അതിൽ പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇങ്ങനെ പണം എടുത്തിരുന്നു. അത് എങ്ങനെയാണ് എടുത്തത് എന്നുള്ള ചോദ്യങ്ങൾക്ക് അവർ ഈ കസ്റ്റമേഴ്സ് വരുമ്പോൾ സ്ഥാപനത്തിലെ QR കോഡ് കാണിക്കാതെ സ്വന്തം ഫോണിലെ QR കോഡ് വഴിയാണ് പണം എടുത്തത്. അത് 3 പേരും കൃത്യമായി വീതിച്ചെടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ നിരന്തരം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അഹാനയും ദിയയും ഓരോന്നായി ചോദിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരം പറയുന്നുണ്ട്. മാത്രമല്ല വലിയ അഗ്രസീവായിട്ടുള്ള പ്രതികരണം ആ 3 പേരുടെയും ഭാഗത്ത് നിന്നില്ല. അവർ 3 പേരും ഈ ചോദ്യങ്ങളോട് ഭയപ്പാടോടെയാണ് പ്രതികരിക്കുന്നതെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസിന് പരാതി നൽകുമെന്ന് ദിയയും അഹാനയും പറയുന്നതും ഈ ദൃശ്യങ്ങളുണ്ട്. ഇതിനുശേഷമാണ് ഇവരുമായി പിന്നീട് കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം അനുസരിച്ച് ഇവിടെ വെച്ചിട്ട് ആ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ ഇടപെടുകയും അതിനുശേഷമാണ് കൃഷ്ണകുമാറിൻ്റെ ഓഫീസിലേക്ക് ഇവരെ കൊണ്ടുപോവുകയും പിന്നീട് അവിടെ വെച്ചും സംസാരം നടക്കുകയും അവിടെ വെച്ചാണ് 8 ലക്ഷം രൂപ നൽകിയതെന്നും പറയുന്നത്. ഏതായാലും ഇന്ന് ഈ യുവതികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് വിരുദ്ധമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ. കാരണം അവർ പറഞ്ഞിരുന്നത് ദിയയുടെ അനുമതിയോടെയാണ്, അല്ലെങ്കിൽ ദിയയാണ് നികുതി വെട്ടിപ്പിൻ്റെ ഭാഗമായി ഈ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം തങ്ങളുടെ ഫോൺ വഴി അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറഞ്ഞത് എന്നാണ്. പക്ഷേ ഈ ദൃശ്യത്തിൽ അവർ പറയുന്നത് ഈ സ്ഥാപനം അറിയാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നാണ്. ഏതായാലും കേസിൽ നിർണായകമായ ഒരു തെളിവായി ഈ ദൃശ്യങ്ങളും മാറും. ഇതിൽ പോലീസാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ശരി, ആർ അനന്തകൃഷ്ണനാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്. കേസും കൗണ്ടർ കേസും അതിന് പിന്നാലെയുണ്ടായ യുവതികൾ കുറ്റമേൽക്കുന്ന ദൃശ്യങ്ങളും എല്ലാമാണ് ഇപ്പോൾ നിലവിൽ കുറ്റമേൽക്കുന്ന ദൃശ്യങ്ങൾ ഏറ്റവും അടുത്തായി പുറത്തു വന്നിരിക്കുന്നു. ഇനി നാളെയോടുകൂടി ബാക്കിയുള്ള പ്രതികരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയുമെല്ലാം വിശദമായി തന്നെ അറിയാം.